പ്രജ്ഞാവിവർത്തന കാർത്തികേയ സ്തോത്രം. ഈ സ്തോത്രം കാർത്തികേയ സ്വാമിയെ സ്തുതിക്കുന്ന അത്യന്തം ശക്തിയുള്ളൊരു ജ്ഞാനപ്രദമായ സ്തോത്രമാണ്. ഇത് പ്രത്യേകിച്ച് ബുദ്ധിവർദ്ധനം, വാക്പാടവം, ആത്മജ്ഞാനം, ധൈര്യം എന്നിവ ലഭിക്കാനായി ജപിക്കപ്പെടുന്നു. ഓം യോഗീശ്വരോ മഹാസേന കാർത്തികേയോഗ്നിനന്ദന സ്കന്ദകുമാരസേനാനി സ്വാമി ശങ്കര സംഭവ. യോഗികളുടെ ഈശ്വരൻ, ദേവസേനയുടെ മഹാസേനാനി കാർത്തികേയൻ, അഗ്നിദേവന്റെ പ്രിയപുത്രൻ. സ്കന്ദൻ, ദിവ്യകുമാരൻ, ദേവസേനയുടെ നായകൻ, പരമസ്വാമി, ശിവനിൽ നിന്നും ജനിച്ച ദിവ്യശക്തി. ഗാംഗേയസ്താമരചൂഡശ്ച ബ്രഹ്മചാരി ശിഖിധ്വജ താരകാരിർ ഉമാപുത്ര ക്രൗഞ്ചശാരിശ്ച ഷടാനന. ഗംഗാദേവിയുടെ പുത്രൻ, ചുവന്ന കിരീടം ധരിച്ചവൻ, ബ്രഹ്മചാരി, മയിൽ കൊടി ധരിച്ചവൻ, അസുരനായ താരകാസുരന്റെ ശത്രു, പാർവതീദേവിയുടെ പുത്രൻ, ക്രൗഞ്ചപർവ്വതത്തെ തകർത്തവൻ, 6 മുഖമുള്ള ഷടാനൻ. ശബ്ദബ്രഹ്മസമുദ്രശ്ച സിദ്ധസാരസ്വതോ ഗുഹ സനത്കുമാരോ ഭഗവാൻ ഭോഗമോക്ഷഫലപ്രദ. വേദശബ്ദങ്ങളുടെ സമുദ്രം, സമ്പൂർണ്ണ ജ്ഞാനത്തിൻ്റെ ആധാരം, വാഗ്ദേവിയായ സരസ്വതിയുടെ കൃപാനിധി, ഗുഹൻ, ഹൃദയഗുഹയിൽ വസിക്കുന്ന ദൈവം, സനത്കുമാര സ്വരൂപൻ, ഭഗവാൻ, ഭോഗവും മോക്ഷവും നൽകുന്നവൻ, ശരജന്മാഗണാധീശ പൂർവജോ മുക്തിമാർഗകൃത് സർവാഗമപ്രണേധാച വാഞ്ചിതാർത്ഥ പ്രദർശന. ശരവണത്തിൽ ജനിച്ചവൻ, ഗണങ്ങളുടെ അധിപൻ, ഗണേശന്റെ സഹോദരൻ, മോക്ഷമാർഗം കാണിച്ചു തരുന്നവൻ, എല്ലാ ആഗമങ്ങളുടെയും പ്രണേതാവ്, ഭക്തരുടെ ആഗ്രഹങ്ങൾ സഫലമാക്കുന്നവൻ. 28 നാമാനി മദീയാനി ദീയപ്പടേ പ്രത്യക്ഷ ശ്രദ്ധേയ യുക്തോ മൂകോ വാഞ്ചസ്പതിർഭവേത്. മുരുകസ്വാമിയുടെ ഈ 28 നാമങ്ങൾ പ്രഭാതത്തിൽ ഭക്തിയോടെ ഭജിക്കുന്നവർ മിണ്ടാനറിയാത്തവനായാൽ പോലും വാഗ്മിയായി തീരും. അർത്ഥം: ഭക്തിയോടെ ഈ നാമങ്ങൾ ജപിക്കുമ്പോൾ വാക്ചാതുര്യം, ബുദ്ധി, ആത്മവിശ്വാസം എന്നിവ വർദ്ധിക്കും. മഹാമന്ത്രമയാനീതി മമ നാമാനുകീർത്തനം മഹാപ്രജ്ഞാമമാപ്നോതി നാത്ര കാര്യാ വിചാരണ. ഭഗവാന്റെ നാമജപം മഹാമന്ത്രസ്വരൂപമാണ്. അതിനെ കീർത്തിക്കുന്നവർ മഹത്തായ പ്രജ്ഞ നേടും. ഇതിൽ സംശയമൊന്നുമില്ല. ഇതി ശ്രീരുദ്രയാമളേ പ്രജ്ഞാവിവർദ്ധനാഖ്യം ശ്രീമദ് കാർത്തികേയ സ്തോത്രം സമ്പൂർണം. രുദ്രയാമള തന്ത്രയിൽ പ്രതിപാദിക്കുന്ന പ്രജ്ഞ വർദ്ധിപ്പിക്കുന്ന ശ്രീ കാർത്തികേയ സ്തോത്രം ഇവിടെ സമ്പൂർണമായി അവസാനിക്കുന്നു. രുദ്രയാമള തന്ത്ര ഒരു പ്രാചീന ശൈവ താന്ത്രിക ഗ്രന്ഥമാണ്. ഇത് ശിവനും പാർവതിയും തമ്മിലുള്ള ദിവ്യ സംഭാഷണ രൂപത്തിൽ അവതരിപ്പിക്കപ്പെടുന്നു. ഈ ഗ്രന്ഥത്തിൽ മന്ത്രങ്ങൾ, യന്ത്രങ്ങൾ, ദേവതാരാധന, ആത്മജ്ഞാനം, ഉപാസനാമാർഗങ്ങൾ എന്നിവ വിശദീകരിക്കപ്പെടുന്നുണ്ട്. ഈ സ്തോത്രം പ്രത്യേകിച്ച് പ്രജ്ഞാവിവർത്തന, ബുദ്ധിയും ജ്ഞാനവും വർദ്ധിപ്പിക്കുന്ന സ്തോത്രം എന്ന നിലയിലാണ് പ്രശസ്തം. ഇത് മഹാദേവന്റെ ദിവ്യവചനമായി കണക്കാക്കപ്പെടുന്നു. അതിനാൽ ഇതിനെ ഔപൗരുഷേയ സ്വഭാവമുള്ള ദൈവീക സ്തുതി എന്ന നിലയിൽ ഭക്തർ കാണുന്നു. അതായത് മനുഷ്യരാൽ അല്ല ഇത് രചിക്കപ്പെട്ടിരിക്കുന്നത്, ദൈവീകമായി രചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഷടാനനൻ എന്നത് 6 മുഖമുള്ള രൂപം. 6 മുഖങ്ങൾ പ്രതിനിധീകരിക്കുന്നത് ജ്ഞാനം, വൈരാഗ്യം, ശക്തി, കരുണ, കീർത്തി, ദിവ്യദർശനം എന്നിവയാണെന്ന് ഭക്തി പാരമ്പര്യത്തിൽ പറയുന്നു. ഈ 28 നാമങ്ങൾ ഭക്തിയോടെ ജപിക്കുന്നവർക്ക് മഹാബുദ്ധിയും വാക്സിദ്ധിയും ലഭിക്കും. പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾ ഇത് ജപിച്ചാൽ കോൺസെൻട്രേഷൻ വർദ്ധിക്കും, മെമ്മറി ശക്തമാകും, സ്പീച്ച് ക്ലാരിറ്റി നൽകും, ഭയം മാറിക്കിട്ടും. പ്രഭാതത്തിൽ, അതായത് ബ്രഹ്മമുഹൂർത്തത്തിലോ ചൊവ്വാഴ്ചകളിലോ ഷഷ്ടി ദിനങ്ങളിൽ, സ്കന്ദ ഷഷ്ടി സമയത്തോ ധ്യാനത്തിനു മുമ്പോ, അതായത് മെഡിറ്റേഷന് മുമ്പോ ഈ സ്തോത്രം ജപിക്കാവുന്നതാണ്. ശിവന്റെ ജ്ഞാനം വാളായി ധരിച്ച ദൈവം എന്നാണ് കാർത്തികേയനെ അറിയപ്പെടുന്നത്. അതിനാൽ ഈ സ്തോത്രം വെറും പ്രാർത്ഥനയല്ല, അജ്ഞാനത്തെ ഇല്ലാതാക്കി ഉള്ളിലെ ജ്ഞാനം ഉണർത്താനുള്ള ആത്മീയ മാർഗമായി ഭക്തർ കാണുന്നു. ഈ പറഞ്ഞതിലോ സ്തോത്ര ഉച്ചാരണത്തിലോ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് രാധേ രാധേ കൃഷ്ണ.